ഒരവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാക്സിമം ഗവൺമെൻറ് പിടിച്ചു നിൽക്കുന്നത് ഈ ഇലക്ഷൻ അങ്ങോട്ട് കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ട് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ ഡീസൽ, പെട്രോൾ, ഡീസലിനും ഈ എല്ലാത്തിനും നിത്യോപയോഗ സാധനങ്ങൾക്ക്, ഗ്യാസ് ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് എല്ലാത്തിനും വില കയറാൻ പോവാണ്. നമസ്കാരം. ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ഈ സെർച്ച് ചെയ്തപ്പോൾ കുറച്ച് പഠിച്ചപ്പോൾ മനസ്സിലായ കാര്യം, നമ്മുടെ പെട്രോളിനും ഡീസലിനും ഈ എല്ലാത്തിനും നിത്യോപയോഗ സാധനങ്ങൾക്ക്, ഗ്യാസ് ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് എല്ലാത്തിനും വില കയറാൻ പോവാണ്. അതെന്തുകൊണ്ട് ഇപ്പം കയറുന്നില്ലെന്ന് പറഞ്ഞാൽ, ഈ ഇലക്ഷൻ അങ്ങോട്ട് കഴിഞ്ഞ് ചിലപ്പോൾ പിറ്റേ ദിവസം അല്ലെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ ഇതിന് വമ്പനൊരു തീരുമാനമാവും. ക്രൂഡ് ഓയിലിൻ്റെ വില ഇത്രയും കത്തിക്കയറുമ്പോൾ, കാര്യം പണ്ട് ഈ ഡെയിലി എണ്ണ വില കൂട്ടിക്കൊണ്ടിരുന്നപ്പോൾ നമ്മളൊക്കെ പ്രതിഷേധവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ട് അന്നപ്പോൾ 1 രൂപ 20 പൈസയൊക്കെ, അന്ന് ക്രൂഡ് ഓയിലിനൊക്കെ 1 രൂപ 2 രൂപ കൂടിക്കൊണ്ടിരുന്നപ്പോൾ, $1 $2 ഒക്കെ കൂടിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നു ഈ പ്രശ്നം ഉണ്ടായി. ഇപ്പോൾ കയറൊക്കെ ഭയങ്കരമാണ്. പിന്നെ ഇന്നത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാക്സിമം ഗവൺമെൻറ് പിടിച്ചു നിൽക്കുന്നത് ഈ ഇലക്ഷൻ അങ്ങോട്ട് കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ട് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ ഡീസൽ, പെട്രോള്, ഗ്യാസ്, പിന്നെ ഈ എന്തൊക്കെ കയറ്റാൻ പറ്റൂ അതിനെല്ലാം അടിച്ചങ്ങോട്ട് കയറും. അപ്പോൾ പിന്നെ ഈ നമ്മൾ വിചാരിക്കും ഇത്ര പെട്ടെന്ന് എന്തിനാ കയറുന്നത്? ഇത്ര പെട്ടെന്നല്ല, അവരുടെ തീരുമാനങ്ങൾ അങ്ങനെ ആണത്. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പം കേന്ദ്ര സർക്കാർ മറ്റു കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഇപ്പം 10 രൂപ 15 രൂപ അവർ പിന്നെ ടാക്സിനകത്ത് നിന്ന് കുറച്ച് കൊടുത്ത്, അപ്പം ടാക്സിനകത്ത് കുറച്ച് കൊടുത്ത ടൈമിനുള്ള ക്രൂഡ് ഓയിലിനെക്കാട്ടി ഇപ്പോഴും ക്രൂഡ് ഓയിൽ വില കൂടുതലാണ്. ഇപ്പോഴും ഒരു നഷ്ടത്തിൽ തന്നെയാണെന്നാണ് പൊതുവെ പറയുന്നത്. ഇനിയിപ്പോൾ കൂടാൻ പോകുന്ന ഹോർമൂസിനകത്ത് ഇപ്പം പെർമനൻ്റ് ആയിട്ടുള്ളൊരു ടോൾ പിരിവോ കാര്യങ്ങളോ, ഇപ്പോൾ തന്നെ രാത്രി 8 മണിക്ക് കരയുദ്ധം, എന്തെങ്കിലുമൊക്കെ യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ. യുദ്ധം ചെയ്ത് ആരും നന്നായിട്ട് ചരിത്രമില്ല, അത് വേറെ സത്യം. പക്ഷെ ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷേ ഈ ഒരു കാറ്റഗറിയിലോട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മളെ ബാധിച്ചേക്കുന്ന കോവിഡിനെക്കാട്ടി ഭീകരമായിട്ടാണ് നമ്മളെ ഇപ്പം നിലവിൽ ബാധിച്ചേക്കുന്ന. ഇലക്ഷൻ ആയതിൻ്റെ പേരിൽ മാത്രം അവരൊന്നിനും വില കയറ്റാതിരിക്കുകയാണ്. ഇനി വില കയറുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പോലും അറിയാത്ത രീതിയിൽ ഇപ്പം മൊബൈൽ റീചാർജിന് പോലും ഇനിയിപ്പോൾ വില കയറും. എന്ന് വെച്ചാൽ എന്തിനൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുമോ അതിനൊക്കെ ഒറ്റയടിക്ക്. അതായത് ഇനി ആ വില കുറയൊക്കെ ഇനി കാണാൻ ചാൻസ് കുറവാണ്. കാര്യം നമ്മൾ ഏതെങ്കിലും ഒരു സാധനം വില കൂട്ടിയ സാധനം വില കുറച്ചെന്ന്, ഇപ്പോൾ എക്സാമ്പിൾ വേണമെങ്കിൽ ഒരു 10 രൂപ ഒരു പെട്രോളിന് കൂട്ടും, 10 രൂപ ഡീസലിന് കൂട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രതിഷേധവും കാര്യങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വരുമ്പം അവർ കുറയ്ക്കുന്ന വെറും 3 രൂപ ആയിരിക്കും, അല്ലെങ്കിൽ 2 രൂപ ആയിരിക്കും. അപ്പോൾ ആ ഒരു കുറവാണ് വീണ്ടും കൂടി എത്ര 10. ഈ ഒരു രീതിയിലേക്ക് നമ്മൾ നല്ല രീതിയിലൊരു മാന്ദ്യത്തിലേക്ക് പോവാണ്. അതിപ്പോൾ ഞാനിത് പറഞ്ഞെന്നും പറഞ്ഞ് എന്നെ പിടിച്ച് അകത്തിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. കാര്യം നടക്കാവുന്ന സംഭവമാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതൊരു ഇലക്ഷൻ ആയതിൻ്റെ പേര് എല്ലാവരും ഇലക്ഷൻ്റെ പുറകിലൊക്കെ നടക്കുന്നതിൻ്റെ പേരിലും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ഇനിയിപ്പോൾ വിമാന കമ്പനികൾ ഇപ്പം നല്ല രീതിയിൽ ഇപ്പം കൂട്ടി തുടങ്ങാത്തതെന്ന് പറഞ്ഞ് ഈ ഒരൊറ്റ കാര്യങ്ങൾ മാത്രമാണ്. ഈ കണ്ടീഷൻ ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ബിസിനസ്സിനകത്ത് സ്റ്റക്കായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം, ഇപ്പോൾ സിനിമാ പ്രവർത്തനങ്ങൾ പോലും ഇപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ സിനിമയ്ക്കകത്ത് ഫണ്ടുകളായാലും പ്രൊഡ്യൂസർമാരായാലും ഏറ്റവും കൂടുതൽ ഫണ്ടിങ് സോഴ്സ് നമ്മുടെ പിന്നെ ഗൾഫിൽ നിന്നൊക്കെ ആയിരുന്നു. അതെല്ലാം ഇപ്പോൾ ഓൾമോസ്റ്റ് സ്റ്റക്കായിട്ട് നിൽക്കുവാണ്. ഇപ്പം ആരും പുറത്ത് പറയാത്തതെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരൊക്കെ പുറത്ത് പറയാത്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ വിചാരിക്കത്തില്ല ഞാനിപ്പോൾ പൊട്ടിപ്പോയി അല്ലെ എൻ്റെ പൈസ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള വരവോടെ നിൽക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ആരും ഒന്നും പറയാത്തത്. ഇപ്പം പിന്നെ അത് കൂടാതെ തന്നെ ഈ ഗവൺമെൻറ് തന്നെ എത്രയോ ലക്ഷം കോടി രൂപ ബാധ്യതയിലേക്ക് പോയിട്ടുണ്ട്. ആ ബാധ്യത എന്തായാലും ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് അവർ ഡിക്ലെയർ ചെയ്യും, ഇത്ര ബാധ്യതയിലേക്ക് ഉണ്ടെന്നും പറഞ്ഞത് ചെയ്യും. അതിന് വേണ്ടിയിട്ട് എല്ലാത്തിനും വില കൂട്ടിയേ പറ്റും, ഡീസലിന് വില കൂട്ടിയേ പറ്റും, ഇതിന് എല്ലാത്തിൻ്റെ വണ്ടി തൊട്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സകല സാധനത്തിനും വില ഇപ്പം കയറും. ഇലക്ഷനൊന്നും കഴിഞ്ഞോട്ടെ. ഇവിടുത്തെ ഇലക്ഷൻ, തമിഴ്നാട് ഇലക്ഷൻ, പല ഇലക്ഷൻ പല സംസ്ഥാനത്ത് കിടപ്പുണ്ട്. ചിലപ്പോൾ കേരളത്തിലെയും തമിഴ്നാട്ടിനെ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം നല്ല രീതിയിലുള്ള തീരുമാനത്തിലേക്ക് എത്തും. നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് പോകും. കാരണം എന്ന് പറഞ്ഞാൽ ആ രീതിയിലാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ പാനിക് ആക്കുവാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ വരാനില്ലായിരിക്കാം. പക്ഷേ ഇലക്ഷൻ കഴിയുമ്പോൾ അവർ കൂട്ടും. പക്ഷേ അത് ആരെക്കൊണ്ടും പിടിച്ചു നിർത്താനൊന്നും പറ്റത്തില്ല. ഇതിപ്പം ഞാനിപ്പോൾ പറഞ്ഞിട്ട് പോയി എന്ന് വെച്ചു. പക്ഷേ ഇതിപ്പം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ വിഷയമാവാനില്ല. പക്ഷെ പെട്രോളിനും ഡീസലിനും എന്തൊക്കെ പറഞ്ഞാലും വില കയറുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു സാധനങ്ങൾക്ക് വില കയറും. ഗ്യാസിന് കയറും. ഗ്യാസിന് ഇപ്പോൾ 100 രൂപയൊക്കെ കുറച്ചെങ്കിൽ അതിൻ്റെ ഇരട്ടിയാണ് ഇനി കയറാൻ പോകുന്നത് കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ മുന്നോട്ട് പോകും തോറും നമുക്ക് എല്ലാത്തിനും ഇതാണ്.
ഇനിയിപ്പം എന്തായാലും നമുക്ക് കണ്ടറിയാം. അതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളെന്തായാലും വെയിറ്റ് ചെയ്യുവാണ്. ആ ഇലക്ഷൻ്റെ മൂടെങ്കിലും പിടിച്ചിട്ട് പോയായിരുന്നെങ്കിൽ വില കുറഞ്ഞേനെ. പക്ഷേ ഇനിയിപ്പോൾ ഇലക്ഷനൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടറിയുക, ഉള്ള ഹോട്ടൽ ഇപ്പോൾ തുറന്നേക്കുന്ന ഹോട്ടൽ ഇപ്പോൾ രണ്ടാമത് പിന്നെ LPG ഒക്കെ വന്ന് കുറേ ഹോട്ടൽ തുറന്നിട്ടുണ്ട്. ആ ഹോട്ടലും കൂടി പൂട്ടേണ്ട രീതിയിലേക്കും പിന്നെ എല്ലാ വീട്ട് സാധനങ്ങളായാലും എല്ലാത്തിനും ഇപ്പോൾ ഭയങ്കരമായിട്ടൊരു പിടിച്ചുപറിയും ഇതൊക്കെ വരാൻ പോവാണ്. കാര്യം നമ്മുടെ എല്ലാ നീക്കുപോക്ക് നിന്നിട്ടുണ്ട്. ഇത് പ്രമാണിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ സത്യം പറയാൻ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കടത്തിൻ്റെ മുകളിൽ കടമായിട്ടാണ് നമ്മുടെ ഇത് പോയേക്കുന്നത്, എല്ലാത്തിനുള്ള പ്രശ്നം വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യുക, ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഈ യുദ്ധം അവസാനിച്ച് ഇതിനൊരു തീരുമാനം എത്രയും വേഗം ആയില്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും ഇപ്പം യുദ്ധത്തിനും എല്ലാത്തിനും ഇപ്പം നമ്മൾ തീരുമാനം ആയെന്ന് തന്നെ വെച്ചോ. പക്ഷേ ഈ നഷ്ടങ്ങൾ നികത്താൻ വേണ്ടിയിട്ട് കമ്പനികൾ എന്തായാലും ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില കൂട്ടുക തന്നെ ചെയ്യും. അതിനകത്ത് യാതൊരുവിധ മാറ്റവും വരാൻ ചാൻസ് ഇല്ല. കാര്യം അവർ കൂട്ടും. കാര്യം അവർ ഇന്ന് വരെ കൂട്ടിക്കഴിഞ്ഞാൽ ചുമ്മാ കിടന്ന് കുറച്ച് MP-മാർ കിടന്ന് അവിടെ പ്രസംഗിച്ചിട്ടോ ഒന്നും കാര്യമില്ല. ഇന്ന് വരെ അതിനകത്തൊരു തീരുമാനമാക്കിയ ചരിത്രം ഇല്ല. അപ്പോൾ എന്നും പറഞ്ഞ് ഡീസലിന് ഇനി എത്ര രൂപയാ, പെട്രോളിന് എത്ര രൂപ എന്നും പറഞ്ഞ് നമ്മളാരും ഡീസലോ പെട്രോളോ അടിക്കാതിരിക്കുന്നുമില്ല. എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളത് ചെയ്യും. അപ്പോൾ എന്തായാലും നമ്മൾ കണ്ടറിയാം, ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാം സമാധാനമായിട്ട് ഞാൻ പറഞ്ഞത് മാത്രം. അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. പക്ഷേ ഇപ്പോഴത്തെ ഇത് വെച്ചിട്ടും നമ്മളൊരു ഇതനുസരിച്ച് കണക്കനുസരിച്ച് മാത്രമാണ് ഞാനീ പറഞ്ഞത്. കാര്യം ഒരു കാരണവശാലും കൂടാതിരിക്കാനുള്ള നിവൃത്തി ഞങ്ങൾ എങ്ങനെയൊക്കെയാലും കാണുന്നില്ല. അതെന്തായാലും ഇലക്ഷൻ വരെ അവർ പിടിച്ച് നിൽക്കുവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നും വരുത്താതിരിക്കട്ടെ. എന്തായാലും നമുക്ക് കണ്ടറിയാം. ബൈ.